സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയും അല്ലേ, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് തന്നെയാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങോട്ട് ഫെർദറായിട്ട് പഠിക്കാൻ പോകുന്ന MSc ആയിക്കോട്ടെ, സെറ്റ് നെറ്റ് എല്ലാ കാര്യത്തിലും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈവൻ PSCക്ക് വരെ പല ഭാഗത്തുനിന്ന് എന്ത് ചോദിക്കാറുണ്ട്, ഈ ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് എൻ്റെ പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, എവറി മൈന്യൂട്ട് ഓഫ് ദി പോയിൻ്റ് ഞാനിവിടെ പറയും. സോ നിങ്ങൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെല്ലൈക്കൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാൻ പറ്റും അല്ലേ. ഫസ്റ്റ് ടൈം യൂട്യൂബിലായതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സോറി. അപ്പോൾ നോക്കാം. ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അവർ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണെന്നൊക്കെ നമുക്ക് ഓൾറെഡി പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ പറയുന്നത്? നമുക്കറിയാം ഇവരെ എന്താ പറയുന്നത്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലേ. സ്കാൻഡിയം ടു ഇങ്ങോട്ട് വരെയുള്ള എലമെൻറ്റ്സിന് എന്ത് പറയും, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ഇതിലെ ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ തേർഡ് സീരീസ് ആയിട്ടുള്ള ലന്താനത്തിൻ്റെ ഹോഫ്മിയത്തിൻ്റെ ഇടയിലാണ് ആര് കിടക്കുന്നത്, നമ്മുടെ ലാന്തനൈറ്റ്സ് കിടക്കുന്നത്. അപ്പോൾ നോക്ക്, ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഉള്ളിലാണ് ആര് കിടക്കുന്നത്, ലാന്തനൈറ്റ്സ് കിടക്കുന്നത്. അതേപോലെ തന്നെ ആക്ടിനൈറ്റ്സിൻ്റെ റുദർഫോർഡിയത്തിൻ്റെ ഇടയിലാണ് ആര് കിടക്കുന്നത്, ആക്ടിനൈറ്റ്സ് കിടക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവർ രണ്ട് പേരും ആരുള്ളിലാണ് കിടക്കുന്നത്, ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ എന്ത് പറയും, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതുകൊണ്ടാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സിന് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പീരിയോഡിക് ടേബിൾ ഇവരെ എളുപ്പത്തിന് നമ്മൾ പുറത്ത് കുറച്ച് പ്രോപ്പർട്ടീസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് അവർ നമ്മൾ വേറൊരു മാറ്റം വേറെ പീരിയോഡിക് ടേബിൾ വേറെ സൈഡിലോട്ട് മാറ്റി നിർത്തുന്നത്. ആക്ച്വലി ഇവരെവിടെ കിടക്കുന്നത്, ട്രാൻസ് എലമെൻറ്റ്സിൻ്റെ ഉള്ളിലാണ് പീരിയോഡിക് ടേബിളിൽ ഇവർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ടുള്ള പറയുന്നത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഓഫ് ദി ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. ആക്ടിനൈറ്റ്സിൻ്റെയും ലാന്തനൈറ്റ്സിൻ്റെയും ഞാൻ എന്താണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്. കെമിസ്ട്രി ഓഫ് ദി ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയും. നമുക്ക് ലാന്തനൈറ്റ്സിനെ കുറിച്ച് ആയിക്കോട്ടെ, ആക്ടിനൈറ്റ്സിനെ കുറിച്ച് ആയിക്കോട്ടെ, നമുക്കറിയാം എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, എഫിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. എഫിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ എന്ത് പറയുന്നത്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏത് എഫ് സബ് ഷെല്ല് എവിടെ കിടക്കുന്നത്, ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ ഓഫ് ദി എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, എഫ് ഷെല്ല്. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ ഓഫ് എഫ് ഷെല്ലിലോട്ടാണ് ആര് പോകുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. എന്താണ് ഈ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല്? സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, കുറേ ഓർബിറ്റൽസ് ഉണ്ട്. ലാസ്റ്റ് വാലൻസ് ആയിട്ടുള്ള ഓർബിറ്റൽസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഔട്ടർ ഷെല്ല് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിനെ നമ്മൾ N ആയിട്ട് ഡിനോട്ട് ചെയ്യും. അതിന് സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലിനെ നമ്മൾ എന്ത് പറയും, പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറയും. തേർഡ് ലാസ്റ്റ് ഷെല്ലിനെ നമ്മൾ എന്ത് പറയും, ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല്. അപ്പോൾ നോക്ക്, തേർഡ് ലാസ്റ്റ് ഷെല്ലിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് എൻ്റർ ചെയ്യുന്നത്, സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലിൻ്റെ താഴത്തെ ഷെല്ലിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്, N-2 ഷെല്ല് അല്ലെങ്കിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല്. അതുകൊണ്ടാണ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല് ഓഫ് ദി എന്ന് പറയാനുള്ള റീസണ്. എഫ് ഓർബിറ്റിൽ എവിടെ കിടക്കുന്നത്, ലാസ്റ്റിലെ തേർഡ് ഷെല്ലിലാണ് കിടക്കുന്നത്. ഓക്കെ, ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് തേർഡ് ഷെല്ലിലോട്ട് നോക്കുമ്പോൾ അവിടെയാണ് എഫ് ബ്ലോക്ക് കിടക്കുന്നത്. ആ എഫ് സബ് ഷെല്ല് അല്ലെങ്കിൽ ഷെല്ല് കിടക്കുന്നത്. ഈ ഷെല്ലിലോട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിനെ ഇന്നർ ട്രാൻസ് എലമെൻറ്റ്സ് എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്, ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് N-2 എഫ് ഓർബിറ്റലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്നർ ട്രാൻസിഷൻസ് പറയാനുള്ള കാരണം ട്രാൻസ് എലമെൻറ്റ്സിൻ്റെ ഉള്ളിലാണ് ഇവർ കിടക്കുന്നത്. ഇനി എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. എന്താണ് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്? എന്താണ് ഈ ലാന്തനൈറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ആക്ടിനൈറ്റ്സ് എന്ന് പറയുന്നത്? ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 4f ഓർബിറ്റലിലോട്ടായിരിക്കും. ആക്ടിനൈറ്റ്സ് ആണെങ്കിൽ എന്താണ്, ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 5f ഓർബിറ്റലിലോട്ടായിരിക്കും.
പിന്നെ ലാന്തനൈഡ്സിന് നമുക്ക് ഫസ്റ്റ് ഇന്നർ ട്രാൻസ് എലമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റും, ആക്ടിനൈഡ്സ് സെക്കൻഡ് ഇന്നർ ട്രാൻസ് എലമെൻറ്റ്സ് അറിയാൻ പറ്റും. ഡി ഓർബിറ്റൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് 3D 4D 5D 6D സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് 4F 5F സീരീസ് ആയിരിക്കും. പിന്നെ ആക്ടിനൈഡ്സ് ആക്ടിനോൺസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അറിയേണ്ടത് ഇതിൻ്റെ ജനറൽ കോൺഫിഗറേഷനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ N-2. നമുക്കറിയാം ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലാണ്. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല് പറഞ്ഞാൽ തേർഡ് ലാസ്റ്റ് ഷെല്ലാണ്. അപ്പോൾ N-2 ആയിരിക്കും nth ഷെല്ലിന്. എഫ് ഓർബിറ്റലിൽ മാക്സിമം ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 40 ഇലക്ട്രോൺസ് ആണെന്ന് നമുക്കറിയാം. പിന്നെ അതിന് മേലുള്ള ഷെല്ലാണ് നമ്മുടെ D എന്ന് പറയുന്നത്. അതിൻ്റെ മാക്സിമം ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 10 പക്ഷേ എഫിലോട്ട് വരുമ്പോൾ അത് 1 to 0 ആണ് കേട്ടോ. 1 അല്ലെങ്കിൽ 0 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. പിന്നെ NS2 ലാസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ NS2 ആണ്. S ഓർബിറ്റിലാണ് ലാസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ N-2 F raised to 1 to 14 N-1 D to 0 to 1 NS2 എന്നുള്ളതാണ്. ഇനി ലാന്തനൈഡ്സിന് ലാന്തനോയിഡ്സ് എന്ന് പറയാറുണ്ട്. ലാന്തനൈഡ്സിൽ നമുക്കറിയാം, ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലന്താനം തൊട്ട് എവിടുന്ന് തൊട്ടാണ്? ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലന്താനം തൊട്ട് എവിടുന്ന് തൊട്ടാണ്? ലുട്ടേഷ്യം വരെയല്ലേ. ഈ ലന്താനം ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഇതിനെ ലാന്തനോയിഡ്സ് എന്ന് പറയും. ലന്താനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? ലന്താനം തൊട്ട് ലുട്ടേഷ്യം വരെയാണെങ്കിൽ നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറയും. ലാന്തനോയിഡ്സ് എന്ന് പറയും. ലാന്തനോയിഡ്സ്. ലന്താനത്തിന് ശേഷം, അതായത് സീറിയം തൊട്ട് ലുട്ടേഷ്യം വരെയാണെങ്കിൽ ലാന്തനൈഡ്സ് എന്ന് പറയും. അപ്പോൾ ലാന്തനൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആരും ഇൻക്ലൂഡ് ആവുന്നില്ല? ലന്താനം ഇൻക്ലൂഡ് ആവുന്നില്ല. സെയിം കേസ് തന്നെയാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്ന എപ്പോഴായിരിക്കും? ആക്ടീനിയം ഉണ്ടാകുമ്പോൾ. ആക്ടീനിയം തൊട്ട് ലോറൻഷ്യം വരെ ഉണ്ടാകുമ്പോഴാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയും. ആക്ടിനൈഡ്സ് വരുമ്പോൾ ആക്ടീനിയം ഉണ്ടാവില്ല. എവിടുന്ന് തൊട്ടായിരിക്കും? തോറിയം തൊട്ട് ലോറൻഷ്യം വരെ ആയിരിക്കും ആക്ടിനൈഡ്സ്. അപ്പോൾ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ ആര് ഇൻക്ലൂഡഡ് അല്ല? നമ്മുടെ ലന്താനം ഇൻക്ലൂഡഡ് അല്ല. ഇനി ലാന്തനൈഡ്സിൻ്റെ സീറിയം തൊട്ട് ലുട്ടേഷ്യം വരെയാണ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. സീറിയം എന്ന് പറഞ്ഞാൽ 58 71 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൻ്റെ അറ്റോമിക് നമ്പർ ഓർത്ത് വെക്കുക. സീറിയം തൊട്ട് ലുട്ടേഷ്യം വരെയാണ്. ഇനി മനസ്സിലാക്കുക, ലാന്തനൈഡ്സിലോട്ട് വരുമ്പോൾ എല്ലാം നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എലമെൻസുകളാണ് എല്ലാം എന്ന് പറയുന്നത്. അതിൽ പ്രൊമിത്യം അല്ലെങ്കിൽ PM എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊമിത്യം എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്. എക്സാമിന് പലപ്പോഴും ആയിട്ട് ചോദിക്കാറുണ്ട്. കോമ്പറ്റീറ്റീവ് ആയിക്കോട്ടെ, ഏത് എക്സാമിനും ആയിക്കോട്ടെ. ആക്ടിനൈഡ്സ് എന്ന് പറഞ്ഞാൽ തോറിയം തൊട്ട് ലോറൻഷ്യം വരെയാണ്. അതിലെന്ന് പറഞ്ഞാൽ 90 to 103 വരെയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം തോറിയം തൊട്ട് യുറാനിയം വരെ നാച്ചുറലി ഒക്കറിങ്. അത് ഓൾറെഡി നമ്മൾ ഏർത്തിൻ്റെ ക്രസ്റ്റിലുണ്ട്. അത് ഓൾറെഡി നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏർത്തിൽ പഠിച്ച ഭൂമിയിൽ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ യുറാനിയത്തിന് ശേഷമുള്ള നെപ്റ്റൂണിയം മുതൽ അങ്ങോട്ട് പോകുന്നതിന് അത് എല്ലാം നമ്മളുണ്ടാക്കിയത്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കിയത്. അതായത് സിന്തറ്റിക് എലമെൻസ് ആണ്, മാൻമെയ്ഡ് എലമെൻസ് ആണ്. നെപ്റ്റ്യൂണിയം തൊട്ടുള്ള എല്ലാം കാര്യങ്ങളും എന്താണ്? മാൻമെയ്ഡ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞു വെക്കുക. പിന്നെ യുറാനിയം വരെ, അതായത് യുറാനിയം വരെ മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുക റേഡിയോ ആക്റ്റീവായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള നാച്ചുറൽ ഫൗണ്ട് ചെയ്യുന്നത്. ആക്ടിനൈഡ്സ് എല്ലാം റേഡിയോ ആക്റ്റീവ് ആട്ടോ. ആക്ടിനൈഡ്സ് എല്ലാം റേഡിയോ ആക്റ്റീവാണ്. ലാന്തനൈഡ്സ് പ്രൊമിത്യം മാത്രമേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത ഇത് റയർലി മാത്രമേ ഏർത്തിൽ കാണപ്പെടുന്നുള്ളൂ. ഹൈലി റിയാക്റ്റീവാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തെന്ന ഹൈഡ്രജൻ ഗ്യാസിന് ലിബറേറ്റ് ചെയ്യും. എക്സാം ചോദിക്കാറുണ്ട്. ലാന്തനൈഡ്സ് ഇപ്പോൾ ESC ആയിക്കോട്ടെ എന്തിനായിക്കോട്ടെ ചോദിക്കാറുണ്ട്. ലാന്തനൈഡ്സ് വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ആക്ടിനൈഡ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ്. ഇവർ ട്രാൻസിഷൻ മെറ്റലിനേക്കാളും മോർ റിയാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഹൈലി റിയാക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയാനുള്ള റീസൺ. റയർ എർത്ത് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കാം. ഇനി അടുത്ത് അറിയേണ്ടത് ലാന്തനൈഡ്സ്. നമ്മൾ ഇനി ഓരോ സീരീസിലോട്ട് പോവാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാന്തനൈഡ് സീരീസാണ്. ലാന്തനൈഡ് സീരീസ് എന്താണ്? ലാന്തനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നാണ്? സീറിയം തൊട്ട് ലുട്ടേഷ്യം വരെ ആയിരിക്കും. 58 തൊട്ട് 71 വരെയാണ്. പിന്നെ ലാന്തനൈഡ്സ് 4F ബ്ലോക്ക് എലമെൻസ് ആണ്. 4F ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം N-2 F2 0 to 14 5 N-1 D 0 to 1 NS2 ആണ്.
അപ്പോൾ n എന്ന് പറഞ്ഞാൽ n-1 n എന്ന് പറഞ്ഞാൽ 6 ആയാൽ മാത്രമേ n-1ൽ നിന്ന് പോകുമ്പോൾ 5 കിട്ടുള്ളൂ. 4 കിട്ടണമെന്നുണ്ടെങ്കിൽ n-2 ആകുമ്പോൾ 4 കിട്ടണമെങ്കിൽ n എന്തായിരിക്കണം 6 ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും. അത് അറിയണമെന്നില്ല, നിങ്ങൾ ആ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് 4f ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എളുപ്പം സിമ്പിളല്ലേ. ഇനി അറിയേണ്ടത് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ 4f ലെവലിലോട്ടാണല്ലോ ഇലക്ട്രോൺസ് ലാസ്റ്റായിട്ട് എൻ്റർ ചെയ്യുന്നത് അല്ലേ. ഇനി സീറിയം, ഗഡോലിയം അതുപോലെ തന്നെ ലുട്ടേഷ്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും ഗഡോലിയത്തിന് 5d1 അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. കാരണം അവിടെ 4fന് ഹാഫ് ഫിൽഡ് ഓർബിറ്റ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യട്ടോ. ഹാഫ് ഫിൽഡ് ഓർബിറ്റാണ്, നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതായത് ഗഡോലിമിയം, അതായത് GD, നിങ്ങൾ അതറിയില്ലെങ്കിൽ GD പഠിച്ചു വെച്ചാലും മതി. ഗഡോലിമിയം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 4f7 കാണുന്നത് 5d1. ശരിക്കും 4f8 വരുന്നുണ്ട്. കാരണം 4f1, 4f2, 4f3, 4f1 കഴിഞ്ഞിട്ട് നമ്മൾ 4f3, 4f4, 4f5, 4f6, 4f7, 4f8 വരുന്നത്. പക്ഷേ 4f8 വരുന്നില്ല. കാരണം എന്താ, നമുക്കറിയാം F ഓർബിറ്റലിൽ മാക്സിമം ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 14 അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 7 ഹാഫ് ഫിൽഡ് ഓർബിറ്റാണ്. നിങ്ങൾ ട്രാൻസ് എലമെൻറ്റ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരിപ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക അല്ലേ. ഹാഫ്ലി ഫിൽഡ് ആകുമ്പോൾ, ഫുള്ളി ഫിൽഡ് ആകുമ്പോൾ ഹൈലി സ്റ്റേബിളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 ഇലക്ട്രോൺ വരുന്നല്ല, 1 ഇലക്ട്രോൺ അങ്ങ് വിട്ടുകൊടുത്താൽ അയാൾക്ക് എന്ത് കിട്ടും? വിട്ടുകൊടുക്കല്ലോ കേട്ടോ. 1 ഇലക്ട്രോൺ നമ്മൾ ഡിയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും? സ്വാഭാവികമായിട്ടും അയാൾക്ക് ഹാഫ് ഫിൽഡായിട്ടുള്ള F ഉണ്ടാവില്ലേ. ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഗഡോലിമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി വെക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി വെച്ചില്ലെങ്കിൽ 4f7 ആണെന്ന് അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഓഫ് ദി ഹാഫ്ലി ഫീൽഡായിട്ടുള്ള ഷെല്ല് വരുന്നതുകൊണ്ട് ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അതുകൊണ്ടാണ് 5d1 വരാനുള്ള റീസൺ. ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതലായിട്ട് അറിയേണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അറിയേണ്ടത് 4f ഇലക്ട്രോൺസ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണല്ലോ. 4f ഇലക്ട്രോൺസ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണല്ലോ. അപ്പോൾ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല് പറഞ്ഞാൽ ലാസ്റ്റ് ഓർബിറ്റലിൽ മൂന്നാമത്തെ, ലാസ്റ്റ് നോക്കുമ്പോൾ തേർഡ് ലാസ്റ്റാണ് കിടക്കുന്നത് അല്ലേ. നമ്മൾ ഓർബിറ്റിൽ വരക്കുമ്പോൾ മൂന്നാമത്താണ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറയുന്നത് അല്ലേ. ന്യൂക്ലിയസ് ഉണ്ടാവും, മൂന്നാമത്താണ്. ഇത് എന്താ, ഔട്ടറിൽ ആരുണ്ട്? 2 ഉണ്ട്. 2 ആളെന്ന് പറഞ്ഞാൽ ആരാണ്? 5sഉം 5p ഇലക്ട്രോൺസ് ഉണ്ട് ഔട്ടർ ആറ്റത്തിലുള്ള. അതുകൊണ്ട് തന്നെ 4f ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിങ്ങിന് ടേക്ക് പാർട്ട് ചെയ്യില്ല. കാരണം അവർ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് കിടക്കുന്നത്, അവർ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറത്ത് ബാക്കി 2 ഷെല്ലുകൾ കിടക്കുന്നുണ്ട്. അവരെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടാൽ മതി. 5sഉം 5p ഇലക്ട്രോൺസ് പുറത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ 4f ഇലക്ട്രോൺസ് എന്തിലും കിടക്കില്ല? നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ബോണ്ടിങ്ങിൽ കിടക്കില്ല. ഓക്കെ. ഇനി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് D എലമെൻസിൽ എന്ന് പറഞ്ഞാൽ അല്ലേ. പക്ഷേ നമ്മുടെ ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സ് എടുക്കുമ്പോൾ അവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷനിലോട്ട് എന്തെങ്കിലും ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. D ബ്ലോക്ക് എലമെൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ, എനർജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡിൻ്റെ CFT പ്രകാരം സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സിലോട്ട് പോകുമ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എന്നുള്ളൊരു കോംപ്ലക്സിനോട്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ, ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ F ഓർബിറ്റലിൻ്റെ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1 kJ/mol ഇൻവേഴ്സ് ആണ്. എന്താണ്? 1 kJ/mol ഇൻവേഴ്സ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റൽ ഫീൽഡ് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ഓഫ് ദി D0 ഓഫ് ദി F ഓർബിറ്റൽ ഈസ് ദ 1 kJ/mol ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. എന്ത് തന്നെ ആയാലും ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇതിൻ്റെ സ്പെക്ട്രയും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ F ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്ന ഹാഫ് ഫീൽഡ് എന്തൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ലാന്തനൈഡ് സീരീസ് എടുക്കുമ്പോൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഓർബിറ്റൽ ബോണ്ടിങ്ങിന് പങ്കെടുക്കുന്നില്ല. ബോണ്ടിങ്ങിന് പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എടുക്കുമ്പോൾ അവിടെ 1 kJ/mol ഇൻവേഴ്സ് ആണ് അതിൻ്റെ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആയാലും അവരെ സ്പെക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ലാന്തനൈഡ്സിൻ്റെ എലമെൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ. ഇതിൻ്റെ എലമെൻസിൻ്റെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ.
ഇത് പഠിക്കാം. ലന്താനം തൊട്ട് ലുട്ടേഷ്യം വരെ 58, സീറിയം തൊട്ട് ലുട്ടേഷ്യം വരെ ലാന്തനൈഡ്സ്, ലാന്തനോയിഡ്സ് ആയിട്ട് മാറുമ്പോൾ ലന്താനം തൊട്ട് ലുട്ടേഷ്യം വരെയാണ്. 58 to 71 വരെയാണ്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെത്തേഡാണ്. സിറിയ പറഞ്ഞു നെതർലാൻഡിലെ PM സമ്മതിച്ചു യൂറോപ്പിൽ നിന്ന് ഗോൾഡും തായ്വാനിൽ നിന്നും ഡെയിലി ഹോർലിക്സും ഇറക്കുമതി തീരുമാനമായെന്ന് യെബുലു. നിങ്ങൾക്ക് എങ്ങനെയും പഠിക്കട്ടോ. ഞാനെങ്ങനെ സിറിയ പറഞ്ഞു നെതർലാൻഡിലെ PM സമ്മതിച്ചു യൂറോപ്പിൽ നിന്ന് ഗോൾഡും നെതർലാൻഡിൽ നിന്ന് ഡെയിലി ഹോർലിക്സും ഇറക്കുമതിക്ക് സമ്മതിച്ചു യെബുലു. ഇറക്കുമതി തീരുമാനമായെന്ന് യെബുലു. കുറച്ച് പണിയാണ്, ഞാൻ തന്നെ കുറേ ടൈം എടുത്ത് പഠിച്ചതാണ്. നെതർലാൻഡ് തായ്വാനിൽ നിന്ന്. ഓക്കെ, അതായത് സിറിയ പറഞ്ഞു നെതർലാൻഡിലെ PM സമ്മതിച്ചു യൂറോപ്പിൽ നിന്ന് ഗോൾഡ്, തായ്വാനിൽ നിന്ന് ഡെയിലി ഹോർലിക്സും ഇറക്കുമതി തീരുമാനമായെന്ന് യെബുലു. കുറേ വട്ടം പഠിച്ച് കയറലാണ്. കുറേ ആലോചിച്ചിട്ടാണ് എനിക്ക് തന്നെ കിട്ടാറുള്ളത്. ഇനി ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഒരു ഐഡിയ പറയാൻ പോവാണ് ഞാൻ. ഇതിൻ്റെ കോറായിട്ടുള്ള ബോണ്ട് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ക്സീനോൺ. കോർ എലമെൻ്റ് ആരാണ്? ക്സീനോൺ. സിറിയ പറഞ്ഞു നെതർലാൻഡിലെ PM സമ്മതിച്ചു യൂറോപ്പിൽ നിന്ന് ഗോൾഡും തായ്വാനിൽ നിന്ന് ഡെയിലി ഹോർലിക്സും ഇറക്കുമതി തീരുമാനമായെന്ന യെബുലു. അതായത് CEPRND EU GD തിപ്പ് ഡൈഹോ TM യെബുലു. നിങ്ങൾക്ക് എങ്ങനെയും പഠിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ കോറായിട്ടുള്ള എലമെൻ്റ് ആരാണ്? ക്സീനോൺ ആണ് ഇതിൻ്റെ കോർ എലമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സീറിയം തൊട്ടാട്ടോ തുടങ്ങുന്നത്. ലന്താനത്തിൻ്റെ 4f0 5d1 6s2 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കാം. പിന്നെ അങ്ങോട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെ 5d1 ഉണ്ട്. 4f0 5d1 6s2 5d1 ഉണ്ട് രണ്ടെണ്ണം, ലന്താനത്തിനും സീറിയത്തിനും 4f1 ആയിരിക്കും. പിന്നെ അങ്ങോട്ട് 3യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രസോഡിമിയം PM-ന് 4f3, 5Dയിൽ ആരുമില്ല കേട്ടോ, 5Dയിൽ ആരുമില്ല. 4f4 4f5 4f6 4f7. ഗഡോലിയത്തിലോട്ട് വരുമ്പോൾ 4f8 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 4f8 വരില്ല, അതിന് പകരം ഹാഫ് ഫീൽഡായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ തീരുമാനമായത് അതിന് ഇഷ്ടമുള്ളത് കൊണ്ട്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യേണ്ടതുകൊണ്ട് ആളെന്ത് ചെയ്യും? 4f7 ആവും. അപ്പോൾ 5D